ഗുഡ് മോർണിംഗ്. 2025 ഒക്ടോബർ 15 ഇന്ന് ഞാൻ ചാർമിനാർ ടവറാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചാർമിനാർ ടവർ ഹൈദരാബാദിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. സെക്കൻഡറാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്ററോളം മാത്രമേ അങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. സ്റ്റേഷൻ്റെ വെളിയിൽ നിന്ന് ഇവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്സ് ബസ്സുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് ചാർമിനാർ ടവറിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ വരെ കൊണ്ടുപോയി നമ്മളെ വിടും. അവിടെ നിന്ന് നടന്നോ ഓട്ടോറിക്ഷയിലോ നമുക്കവിടെ എത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചാർമിനാർ ടവറിൻ്റെ വെളിയിലാണ്. രാവിലെ 8 മണിക്ക് ോടുകൂടി ഞാൻ ചാർമിനാർ ടവറിൽ എത്തിച്ചേർന്നു. 7:30 കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും വെളിയിൽ വന്നത്. 25 മിനിറ്റ് യാത്ര കൊണ്ട് എനിക്ക് ടവറിൻ്റെ വെളിയിൽ എത്തുവാൻ സാധിച്ചു. ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ടവറിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത്. കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. രാത്രി 11 മണി വരെ ഇവിടെ കച്ചവടം നല്ലപോലെ ഉണ്ട്. അതിനാൽ കച്ചവടക്കാരെല്ലാം നേരം വെളുത്ത് 9 കഴിഞ്ഞ് അവരുടെ കടകൾ തുറക്കുകയുള്ളൂ. കടകളെല്ലാം വെറുതെ മൂടിയിട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. ഇനി അരമണിക്കൂറും കൂടെ എനിക്കിവിടെ നിന്നിട്ട് വേണം ഈ ടവറിന് മുകളിൽ കയറുവാൻ. ഏതായാലും ഞാൻ ഈ സമയത്തിന് ടവറിനെ പറ്റി അല്പം നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഈ മനോഹരമായ 4 സൗധങ്ങളുള്ള ചാർമിനാർ ടവർ 1591 പണി കഴിഞ്ഞ് പൂർത്തീകരിച്ചത്. ഇതൊരു ഹിസ്റ്റോറിക്കൽ ടവർ ആണ്. 4 മിനാർസാണ് ഇതിനുള്ളത്. 56.7 മീറ്റർ, അതായത് 186 അടിയാണ് ഓരോ മിനാറിൻ്റെയും പൊക്കം. ഇതിൻ്റെ ചതുരത്തിലുള്ള അടിസ്ഥാനം 31.5 മീറ്റർ, അതായത് 100 ഫീറ്റ് 100 അടിയോളം വീതി ഉള്ളതു ആകുന്നു. കൃത്യം 9 മണിക്ക് തന്നെ ആദ്യത്തെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഈ ഇടുങ്ങിയ സ്റ്റെപ്പുകളിലൂടെ മുകളിലേക്ക് കയറി. സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിൽ വീതി കൂടുതലും മറു സൈഡിൽ ട്രയാങ്കിൾ ഷേപ്പിലുമാണ് ഈ സ്റ്റെപ്പ് ഇരിക്കുന്നത്. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ സ്ലിപ്പാകാനുള്ള സാധ്യത വളരെ ഉണ്ട്. രാവിലെ തന്നെ ഈ സ്റ്റെപ്പുകളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടിരുന്നതിനാൽ അല്പം നനവും ഈ സ്റ്റെപ്പിലുള്ളതായിരുന്നു. മുകളിലെത്തിയ എനിക്ക് 4 വശത്തേക്കും ഉള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിച്ചു. അതിൻ്റെ കൂടെ അതിൻ്റെ ഫോട്ടോയും ഞാനെടുത്തു. ഇപ്പോൾ ആദ്യത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഏതാണ്ട് 40 അടിയോളം ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുകളിലേക്കുള്ള എൻട്രി തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിന് മുമ്പ് ഞാനൊരു 30 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ മുകളിലേക്കുള്ള പാസേജ് അനുവദിച്ചിരുന്നു. ഇപ്പോൾ അത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ദൂരക്കാഴ്ച വളരെ മനോഹരമാണ്. പടുത ഇട്ട കച്ചവട സ്ഥാപനങ്ങളാണ് ഈ കാണുന്നത്. ഇത് മറ്റൊരു റോഡാണ്. ഇത് മെയിൻ എൻട്രി ഇതിലെയാണ്, വഴിയിലൂടെയാണ് ഞാൻ അകത്തേക്ക് വന്നത്. അവിടെയുള്ള കടകളും 9 മണി കഴിഞ്ഞിട്ടും തുറന്നിട്ടില്ല. ചാർമിനാർ ടവർ
ഇമാം ഹുസൈൻ്റെ ശവകുടീരമായ താസിയാട് കോപ്പിയാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിന് 4 നിലകളുണ്ട്. ഓരോ നിലയിലും ഓരോ സർക്കുലർ ഷേപ്പിലുള്ള അരക്കെട്ട് പോലത്തെ ഉണ്ട്. ഞാൻ താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള ശ്രമത്തിലാണ്. വളരെ സൂക്ഷിച്ചാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 50 സ്റ്റെപ്പുകളാണ് മൊത്തത്തിൽ ഈ ടവറിൻ്റെ ആദ്യത്തെ നിലയിലെത്താനുള്ളത്. മുകളിലത്തെ നിലയിൽ ഒരു മോസ്ക് ഉണ്ട്. അതാണ് ഹൈദരാബാദിലെ ഏറ്റവും പഴകിയ മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. താജ്മഹൽ പണിയുന്നതിന് 40 കൊല്ലങ്ങൾ മുമ്പാണ് ഹൈദരാബാദിലെ ഈ ചാർമിനാർ ടവർ പൂർത്തിയായത്. ആ സമയത്ത് താജ്മഹൽ പണിയിച്ച ഷാജഹാൻ ജനിച്ചിട്ടേ ഉള്ളൂ. 1631 താജ്മഹൽ ഷാജഹാൻ പണിയത്. സ്റ്റെപ്പുകളിൽ അല്പം നനവ് ഉള്ളതിനാൽ വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ താഴെ ഇറങ്ങി വന്നത്. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് എൻ്റെ മുകളിലത്തെ കയറ്റവും ഇറക്കവും അവിടെ നിന്നുള്ള വ്യൂവും കഴിഞ്ഞു. വെളിയിൽ വന്ന ഉടനെ വലത്ത് സൈഡിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പഞ്ചാബിൽ നിന്നെത്തിയ സ്കൂൾ കുട്ടികളെ കണ്ടു. അധ്യാപകൻ അവർക്ക് സ്കൂളിൻ്റെ ചരിത്രം, ഈ ചാർമിനാറിൻ്റെ ചരിത്രം പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു. താഴെ നിന്ന് മുകളിലേക്ക് ആ ടോമിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ കൂടി ഞാൻ എടുത്തു. ആ സമയത്താണ് വെളിയിൽ പ്രോപ്പറായിട്ട് ഹൈഡ്രോജെറ്റിംഗ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചത്. പൊടിപടങ്ങളില്ലാതെ നല്ല വൃത്തിയായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്തു. 9:45 ഞാൻ വെളിയിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ മനോഹരമായ വീഡിയോ ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന ഞാൻ പൂഞ്ഞാർ കുര്യൻ. ഇന്നലെ ഞാൻ ഗോൽക്കൊണ്ട പോർട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് ശേഷമാണ് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ എത്തിയത്. ഇനിയുള്ള ദിവസങ്ങളിലും എനിക്ക് ഹൈദരാബാദിൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.